അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനെ തുടർന്ന് പ്രവർത്തനം റദ്ദു ചെയ്തിരിക്കുന്ന ചൂരപ്പടവ് ക്വാറിയിൽ പാരിസ്ഥിതി നിയമസഭാ സബ് കമ്മിറ്റിക്ക് ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി മുൻപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ MLA TI മധുസൂദനനും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും ക്വാറി വിരുദ്ധ സമിതി കൺവീനർ ചെയർമാൻ പാരിസ്ഥിതി സമിതിയുടെ ഉദ്യോഗസ്ഥർ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന നടത്തി. ചൂരപ്പടവ് നീർച്ചാൽ സംരക്ഷണ സമിതി, കേരള നിയമസഭാ പാരിസ്ഥിതിക കമ്മിറ്റി, ബഹുമാനായ പയ്യന്നൂർ MLA TI മധുവേട്ടനടക്കമുള്ള 5 MLA മാർ അടങ്ങിയ കമ്മിറ്റിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനു മുമ്പ് തെളിവെടുപ്പ് നടത്തുകയും അതിൻ്റെ ബാക്കി എന്ന നിലയിൽ പാരിസ്ഥിതിക ചുമതലയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും പഞ്ചായത്തിൽ നിന്ന് വരികയും അവിടെ വെച്ച് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളോടും പഞ്ചായത്ത് മെമ്പറോടും അടക്കമുള്ള ജനങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സ്വാഭാവികമായും ചൂരപ്പടവിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറി, അനധികൃതം എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം അതിൽ ലഭ്യമായിരിക്കുന്ന മുഴുവൻ പാരിസ്ഥിതിക അനുമതികളും യാഥാർത്ഥ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നേടിയെടുത്തത്. ഫോറസ്റ്റ്, റോഡ്, ആരാധനാലയങ്ങൾ, പൈപ്പ് പ്രതിഭാസം, പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളും കളവായി കാണിച്ചുകൊണ്ടാണ് അതിനുള്ള അനുമതി നേടിയെടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളടക്കം ബഹുമാന്യരായ ആ സമിതിയിൽപ്പെട്ട ഉദ്യോഗസ്ഥരെയും MLA അടക്കമുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും 70 ഡിഗ്രിയോളം ചരിവുള്ള പ്രദേശമാണ്. അതുപോലെ പൈപ്പിംഗ് പ്രതിഭാസം ഉള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വില്ലേജിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളോട് വന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ആ സ്ഥലത്തൂടെ ഒഴുകുന്ന അരുവിക്ക് അതിന് പുറമ്പോക്ക് ഭൂമി അടക്കം ഉണ്ടെന്നാണ്. ആ പുറമ്പോക്ക് ഭൂമി അടക്കം കെട്ടിയെടുത്തുകൊണ്ട് വലിയ ഒരു 10-20 മീറ്ററോളം ആഴമുള്ള കനാല് പോലെ ആക്കിയിട്ടാണ് ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന് സ്വാഭാവികമായ ഒഴുക്കിനെ തടഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ബെഞ്ച് മാർക്കിന് വിരുദ്ധമായി പൊട്ടിക്കുന്ന രീതിയിൽ മൊത്തത്തിൽ ആ ക്വാറിയുടെ പ്രവർത്തനം കൊണ്ട് ചൂരപ്പടവ് പ്രദേശത്തെയും തൊട്ട് താഴെയുള്ള ഗോക്കടവ് പെരുന്തടം പ്രദേശത്തെയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന നിലയിലാണുള്ളത്. ഇവ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെയുള്ള ആരോഗ്യ സംബന്ധമായ വിഷയമാണ്. അവിടെ ശ്വാസകോശ രോഗങ്ങളടക്കം ചൂരപ്പടവ് പെരുന്തടം ഗോക്കടവ് പ്രദേശത്തുള്ള മിക്കവാറും ആളുകൾക്ക് പിടിപെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ക്വാറിയുടെ അമിതമായ പൊട്ടിക്കലും പൊടിപെടലും കൊണ്ടാണ് ഇത് നടക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവനും അവരുടെ സ്വത്തിനും ഭീഷണി എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും അവർക്ക് സാമൂഹിക പ്രവർത്തകർ എന്ന നിലയിൽ അതിനെ കണ്ണടച്ച് നോക്കിയിരിക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണ് അതിനെതിരായിട്ട് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ആ ക്വാറി വിരുദ്ധ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് അവിടെ ഉണ്ടായ ഒരു സംഭവം, അനധികൃതമായി സൂക്ഷിച്ച ഡിക്റ്റനേറ്റർ അടക്കമുള്ള സാധനങ്ങൾ, അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കണക്ക് പ്രകാരം അവരവിടെ പറഞ്ഞത് ആ സാധനം അവിടെ പൊട്ടുകയാണെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിന്റെ ചൂരപ്പടവ് 14, 15, 11, 16 വാർഡുകൾ ചുറ്റുമുള്ള പ്രദേശത്തെ ഭൂപ്രദേശം പൂർണ്ണമായും തകർക്കാൻ ശേഷിയുള്ള നിലയിലുള്ള വെടിമരുന്നിന്റെ സ്റ്റോക്ക് അവിടെയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് ആ ക്വാറിയുടെ ലൈസൻസ് റദ്ദാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം പ്രധാനപ്പെട്ട കാര്യം, ക്വാറി ബഷീർ എന്ന വ്യക്തിയുടെ പേരിലും ക്വാറിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാ ചർച്ചകളിലും കാര്യങ്ങളും പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് റോസ് അഗ്രോ ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചോദിച്ചു, ബഷീറാണ് അതിന്റെ പ്രതിഭാഗത്ത് നിൽക്കുകയും ബാധിഭാഗത്ത് നിൽക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുമാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പാരിസ്ഥിതിക കമ്മിറ്റി ബഷീറിനെയാണ് ഇവർ കൊടുക്കുന്നത്. ബഷീർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, മറിച്ച് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളാണ്, വലിയ കുറെ കോറ മുതലാളിമാരാണ് ഇവിടെ വന്നിട്ട് ഇതിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ യോഗത്തിൽ ഇരിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ പറയുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ തികച്ച് ക്രമവിരുദ്ധമായി നടക്കുന്ന ഈ ക്വാറിക്കെതിരെ ജനങ്ങളെ എല്ലാവരെയും ഒറ്റക്കെട്ട്, അതിനകത്ത് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല,
ഈ രീതിയിൽ ജനകീയ താല്പര്യം മാത്രമേ അവിടെയുള്ളൂ. ആ നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശരി, ഈ കോറി അവിടുത്തെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും ഭീഷണിയാണ്. അതുകൊണ്ട് ആ കോറി അവിടെ പൂട്ടിക്കുന്നതിനാവശ്യമായ, അല്ലെങ്കിൽ കോറി ജനവിരുദ്ധമായ ആ കോറി അവസാനിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനവുമായി ആക്ഷൻ കമ്മിറ്റി ജനങ്ങളുടെ സഹകരണത്തോടെ മുന്നോട്ട് പോകുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 049852424140, മൊബൈൽ 6238064141.